പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീമതി ലളിതാംബിക യോ ആണ്. മാഡത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. മാഡം, എന്താണ് ഈ യോ പേരിൻ്റെ അടുത്ത്? യോയോ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഫ്രീക്കന്മാർക്കെല്ലാം യോയോ എന്നുള്ള പേരുണ്ടല്ലോ. അപ്പൊ ഞാനും എന്റെ പേരിന്റെ കൂടെ യോ എന്ന് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തിലാണ് മാഡം പ്രശസ്തയായത്? ഞാൻ കൂടുതലും പ്രശസ്തയായത് എന്തിലാണെന്ന് വെച്ചാല് ഈ മീൻ പിടിക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. അപ്പൊ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനുമായിട്ട് തോട്ടിൽ പോകാറുണ്ട്. തോട്ടിൽ പോയിട്ട് വരാല് ബ്രാല് ഇങ്ങനെയുള്ള മീനുകളെല്ലാം അച്ഛൻ ഇങ്ങനെ തോട്ടിൽ ഇങ്ങനെ നമ്മൾ നഞ്ചിടും. അപ്പോൾ അതിനെയെല്ലാം ഇങ്ങനെ അതൊരുവിധം മയങ്ങിയായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെയെല്ലാം ഇങ്ങനെ വെട്ടി അച്ഛൻ ഒരു ചരുവത്തിലോട്ടിടും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു രുചി ഇങ്ങനെ ഓർക്കുമ്പോൾ ഇപ്പോഴും വയൽ വെള്ളം വരുന്നുണ്ട്. അത് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ആ മീൻ പിടിച്ചാണ് ഞാൻ പ്രശസ്തിയായത്. ഓക്കെ മാഡം, ഒരു സംശയം, നിങ്ങൾക്ക് മീൻ കച്ചവടം ഉണ്ടായിരുന്നു? മീൻ കച്ചവടമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ അല്ലേ, അപ്പം ഇതേപോലുള്ള കുളങ്ങള് തോടുകള് ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ നമുക്ക് അന്ന് സുലഭമായിട്ട് മീൻ കിട്ടുമായിരുന്നു. അല്ല, എനിക്ക് സംശയം തോന്നാൻ കാര്യം, നിങ്ങൾ നഞ്ചിട്ട് ഇത്രയും കൊട്ടക്കണക്കിന് മീൻ പിടിച്ചോണ്ട് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാ. അയ്യോ സാർ, കൊട്ടക്കണക്കിനല്ല. അപ്പൊ അത് ആ പ്രദേശത്തുള്ള കുറെ ആൾക്കാർ വരുമല്ലോ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കുറച്ചേ കിട്ടത്തുള്ളൂ. കുട്ടികളെ മത്സരമാണ് അതിങ്ങനെ പറക്കി എടുക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ പ്രശസ്തിയായത്. ഈ മരത്തിന് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. അതെന്താണെന്ന് വെച്ചാൽ, എന്റെ മുത്തശ്ശിയെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു. സത്യം പറഞ്ഞാൽ മുത്തശ്ശിയുടെ പേര് പങ്കജാക്ഷി എന്നായിരുന്നു. എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പങ്കജവും അക്ഷിയും കൂടെ കണ്ടില്ലേ, അതാണ് പങ്കജാക്ഷി. മീനിന്റെ മീൻപിടുത്തവും ബാക്കിയുള്ള കാര്യങ്ങളും ആയതുകൊണ്ടാണോ എപ്പോഴും ഈ വാലിട്ട് കണ്ണെഴുതുന്നത്? അതെ, സാറിന് എങ്ങനെ മനസ്സിലായി? കണ്ടോണ്ടിരിക്കുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി വാലൊക്കെ ഇട്ട് കണ്ണെഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ മാഡത്തിന് വേറെ എന്ത് കഴിവുകളാണുള്ളത്? വേറെ ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടിക്കേ. അയ്യല്ല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. സൂപ്പർ നല്ല സ്വരം, നല്ല എന്താ പറയാ, സംഗീതം എല്ലാം ഉണ്ട്. അപ്പം പാട്ട് പാടാനും അറിയാം അല്ലേ? ഓക്കെ. എപ്പോഴും പാട്ടിനകത്ത് പോലും മീനുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ് പാടുന്നത്. ജന്മന ഒരു മീനുമായിട്ട് ബന്ധമുണ്ട്. ഇതെന്താ കണ്ണു വെക്കാതിരിക്കാൻ കൊണ്ടു നടക്കുന്നതാണോ? അതെ സാർ ഭയങ്കര സംഭവമാണല്ലോ. ഇതെങ്ങനെ മനസ്സിലായി? അതെ, ഇങ്ങനെ കയ്യിൽ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എവിടെ പോയാലും ഇതിനെ കൊണ്ടുപോകും. എന്താണെന്ന് വെച്ചാൽ, ഇത് ചൈനീസ് പട്ടിയാണ്. ഇതിന് ഭയങ്കര ഭാഗ്യമുള്ളത് കേട്ടോ. അപ്പൊ ഇത് രണ്ടുപേരുണ്ട്. അപ്പൊ ഒരെണ്ണത്തിന് ഞാൻ എന്റെ വണ്ടിയിൽ വെച്ചേക്കാണ്. അപ്പൊ എവിടെ പോയാലും ഈ ചൈനീസ് പട്ടിയുമായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കൊരു സംശയം, മീൻ പിടിക്കുമ്പോ ഇത് എവിടെ വെക്കും? മീൻ പിടിക്കുമ്പോ ഞാൻ ഇവിടെ ഒരു സഞ്ചി ഇട്ടിട്ടുണ്ട്. അതിൽ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ മീൻ പിടിക്കുന്നത്. പക്ഷെ ഇതിനെ കൊണ്ടുപോയാൽ ആ കൊണ്ടുപോകുന്ന പാത്രം നിറയെ എനിക്ക് മീൻ കിട്ടും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഞാനും ജീവനുള്ള ഒരു പട്ടിയും അതിന്റെ കൂട്ടത്തിൽ ഒരു പൂച്ചയുമേ ഉള്ളൂ. കുട്ടിയില്ല. മാഡം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എപ്പോഴും സ്വർണം ആഭരണങ്ങളോട് വലിയ ഇഷ്ടമാണോ? ഇപ്പൊ കുറെ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടാണല്ലോ നടക്കാറുള്ളത്. സ്വർണ്ണാഭരണം ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? സാറിന്റെ വീട്ടിൽ വൈഫ് സ്വർണ്ണം ഇടാറില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അതാണ് എന്നോട് ചോദിച്ചത്, കല്യാണം കഴിച്ചോന്ന്. അതെ. അത് ശരി. ലൈൻ മാറുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ഈ മൂക്കിന്റെ അറ്റത്ത് എന്ത് പറ്റിയതാ? എന്റെ സാറേ, അതൊരു കഥയാണ്. പണ്ട് ഞാനും അച്ഛനും കൂടി പാടത്ത് മീൻ വെട്ടാൻ പോയി. ആ പോയ സമയത്തിന് 2 വരാൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഒരു വരാലിനെ വെട്ടി അടുത്ത വരാലിനെ ഞാൻ കണ്ട പാടേത് പോവാതിരിക്കാൻ ചെന്ന് പിടിച്ചതും അതിന്റെ കൊമ്പ് എന്റെ മൂക്കിലേക്ക് കൊണ്ടു. ആ കൊമ്പൻ വരാല് കുത്തിയ ഒരു പാടാണ്. അത് പഴുത്തിട്ട് ഇന്നും പോകുന്നില്ല. പക്ഷെ അത് ഒരു അഭംഗിയുണ്ടോ സാർ? അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വിചാരിച്ചത് പിന്നെ ടാറ്റു ചെയ്തുവല്ലോ വെച്ചേക്കുമായിരിക്കും. അങ്ങനെയല്ല, നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ളതല്ലേ? ഓക്കെ. ലിപ്സ്റ്റിക് ഒക്കെ ഇത്രയും ഉപയോഗിക്കും എപ്പോഴും? അതോ ചുണ്ടിന്റെ കളറാണോ ഇതോ? ഈ ലിപ്സ്റ്റിക് വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ടൊന്നും തോന്നുകയില്ല. ആണോ? അപ്പൊ അടുത്ത ഇനി ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ നന്നായിട്ട് വരച്ചിട്ട് വരാം. എപ്പോഴും ഈ പൂക്കൾ വെച്ച് നടക്കുമോ?
ഈ പൂക്കൾ ഇന്ന് ഞാൻ ഇവിടെ വെക്കാൻ കഴിയും. ഓരോ സീസണില് ഞാൻ ഓരോ പൂക്കളാണ് വെക്കുന്നത്. ഇപ്പൊ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊങ്ങിണി, അതേപോലെ മുല്ലപ്പൂ ഒക്കെയാണ്. ഇനിയിപ്പോ നമ്മുടെ വിഷു അല്ലേ വരുന്നത്. അപ്പോ വിഷുവിനോടനുബന്ധിച്ച് കൊന്നപ്പൂ ആകാമെന്ന് വിചാരിച്ചു. അപ്പൊ പ്രേക്ഷകർക്കെല്ലാം അഡ്വാൻസ് ആയിട്ട് എന്റെ ഹാപ്പി വിഷു പറയുന്നുണ്ട്. ഈ പൂ വെച്ചിട്ട് എങ്ങനെയുണ്ട്? ആരെങ്കിലും ഈ കൊന്നപ്പൂ തലേ വെച്ച് നടക്കുന്നത് സാറ് കണ്ടിട്ടുണ്ട്? പക്ഷെ ഇതിന്റെ കൂടെ ചെമ്പരത്തി പൂ കൂടെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ആണോ? സാറിന് ചെമ്പരത്തി പൂ ഇഷ്ടമാണെങ്കിൽ മാഡത്തിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തീരുന്നതിന് മുമ്പ് രണ്ടുപേരും പാട്ട് കൂടി. കണ്ണാലേ കണ്ണാലേ കരിമീൻ പെണ്ണാളേ പെണ്ണാളേ ഹൊയ് ഹൊയ് കണ്ണാലേ കണ്ണാലേ കരിമീൻ പെണ്ണാളേ പെണ്ണാളേ. താങ്ക് യു സാർ. അപ്പോൾ ഇന്നത്തെ അതിഥിയുമായിട്ടുള്ള പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ഒരു പുതിയ അതിഥിയുമായി ഉടനെ തന്നെ കാണാം. സൈനിങ് ഓഫ്.